എന്നും പുട്ടും ദോശയും ചപ്പാത്തിയൊക്കെ കഴിച്ചിരിക്കുന്ന മക്കൾക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാണ്ട് തന്നെ ഒരു പാനിൽ ഒരു 10-25 ഗ്രാം ബട്ടർ, ഒരു 3 ടീസ്പൂൺ മൈദ, പിന്നെ കുറച്ച് പാല്, കുറച്ച് ഫ്രഷ് ക്രീം, കുറച്ച് ഒറിഗാനോ, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇത്രയും ഇട്ടിട്ട് നമ്മൾ അതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലംസ് ഒന്നും ഇല്ലാതെ ലോ ഫ്ലെയിമിൽ ഇത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഫോണിൻ്റെ ഫോക്കസ് എടുക്കടെ അരവിന്ദ് സാമിലേക്ക് പോകുന്നുണ്ട്, അതാരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. വായി നോക്കി ഫോൺ. അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലംസ് ഒന്നും ഇല്ലാണ്ട് എടുക്കുക. ആ സമയം തന്നെ നമ്മൾ പാസ്ത വേവിച്ച് സ്ട്രെയിൻ ചെയ്ത് വെക്കണം കേട്ടോ. എല്ലാം കൂടി ഒരു 10-15 മിനിറ്റ് ഇതിന് എടുക്കുന്നുള്ളൂ. അതായത് ഈ സോസ് ഉണ്ടാക്കാൻ ഒരു 5 മിനിറ്റ്, പാസ്ത വേവിക്കാൻ ഒരു 10 മിനിറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ഏകദേശം ഇങ്ങനെ കുറുകി വരുന്ന ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ സ്ട്രെയിൻ ചെയ്ത് വെച്ച പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സംഗതി സിമ്പിൾ, കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. ഞാനത് ലാസ്റ്റായിരുന്നു ഇട്ടത്, അപ്പോൾ അതെന്നോട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഹെൽത്തി വേർഷനുമായി. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ കൊടുത്താലും കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ചൊരു പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലെ രസം ഉണ്ടാവുക, ഭയങ്കര ടൈറ്റ് രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആക്കുന്നവരെ പെട്ടെന്ന് അത് കുറുകി കിട്ടും, കാരണം മൈദയാണല്ലോ നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യുക. ചൂടോടെ കഴിക്കുക, ചൂടോടെയാണ് ടേസ്റ്റ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. ചിക്കനൊക്കെ ഇട്ടാൽ പ്രത്യേകിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. ബൈ.